കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ ആലപ്പുഴ മണ്ഡലം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിന്. കെ.സിയും സിറ്റിംഗ് എം.പി എ.എം. ആരിഫും ബി.ജെ.പിയുടെ ശോഭാ സുരേന്ദ്രനും മാറ്റുരയ്ക്കുന്ന ആലപ്പുഴയിലെ മത്സരം ഇക്കുറി പ്രവചനാതീതമാവുകയാണ്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് വരുവൻ. രജനികാന്ത് ചിത്രത്തിലെ ഈ മാസ് ഡയലോഗ് പോലെയാണ് ആലപ്പുഴ സ്ഥാനാർത്ഥിയായുള്ള കെ.സി. വേണുഗോപാലിന്റെ തിരിച്ചുവരവ്. 1996 നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആലപ്പുഴയുടെ ഭാഗമായ കെ.സി. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റിയിട്ടും ജില്ലയുമായുള്ള ഹൃദയബന്ധം സൂക്ഷിച്ചു. മണ്ഡലത്തിൽ ആഴത്തിൽ വേരുകളുള്ള കെ.സി. വീണ്ടും ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ തീപാറുന്ന പോരാട്ടം ഉറപ്പ്. എതിരാളികളും ഒട്ടും നിസ്സാരരല്ല. ശബരിമല വിധിയോടുള്ള രോഷപ്രകടനത്തിലും കടപുഴകാതെ വിജയം വരിച്ച എ.എം. ആരിഫ് എൽ.ഡി.എഫിലും മത്സരിച്ച 9 തിരഞ്ഞെടുപ്പുകളിലും വോട്ട് വിഹിതം ഇരട്ടിയാക്കിയ ശോഭാ സുരേന്ദ്രൻ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങും. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാൽ കൂടെ രംഗത്ത് വന്ന സ്ഥിതിക്ക് ആലപ്പുഴയിൽ വളരെ ശക്തമായ മത്സരം നടക്കും. ഈ പ്രാവശ്യം സാമുദായിക ധ്രുവീകരണത്തിന് കുറെ കൂടെ സാധ്യത ആലപ്പുഴയിലുണ്ട്. കഴിഞ്ഞ തവണ 10,000-ൽ പരം വോട്ടിനാണ് എ.എം. ആരിഫ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിച്ചത്. എൻ.ഡി.എ 1.87 ലക്ഷം വോട്ട് പിടിച്ചിരുന്നു. ബി.ജെ.പി വോട്ട് വിഹിതം ഇനിയും ഉയർത്തിയാൽ ഇടതു വലതു മുന്നണികളെ അത് ദോഷകരമായി ബാധിക്കും. അടിസ്ഥാന വോട്ടുകൾ നിലനിർത്തുകയും ഒപ്പം അധിക വോട്ടുകൾ നേടുകയും ചെയ്യുന്ന മുന്നണിക്ക് ആലപ്പുഴയിൽ വിജയിക്കാനാകൂ. വാശിയേറിയ മത്സരമായതിനാൽ ആർക്കും ജയം അനായാസമാകില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ.